ഇമ്മാനുവേൽ വിദ്യാഭ്യാസ സംഘടനയായ WMCA വിശുദ്ധ ബൈബിളിലെ എഫേസ്യ ലേഖനന്മാർ 1 മുതൽ 3 വരെ വാക്യങ്ങളെ ആസ്പദമാക്കി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആധുനിക കാലത്തിലെ കുടുംബബന്ധങ്ങളുടെ നേർക്കാഴ്ച. ഈ സ്കിറ്റ് തികച്ചും സാങ്കല്പികമാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല. ഈ ആധുനിക ജീവിതയാത്രയിൽ മനുഷ്യൻ എന്തിനോ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. ഏതോ ഒക്കെ വെട്ടിപ്പിടിക്കുവാൻ നെട്ടോട്ടമോടുന്ന തലമുറ സ്വന്തം നാടും വീടും സഹോദരങ്ങളും മാതാപിതാക്കളെ വിട്ടിട്ട് പ്രതികൂല കാലാവസ്ഥയെ ചെറുത്ത് തോൽപ്പിച്ച് ജീവിതം പച്ചപിടിപ്പിക്കുവാൻ തത്രപ്പെടുന്ന തലമുറ നൊന്തു പ്രസവിച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച് വലുതാക്കിയ മാതാപിതാക്കളുടെ ബാധ്യതയാകുന്ന യുവതലമുറ. അങ്ങനെയുള്ള കുടുംബബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തുടർന്ന് വീക്ഷിക്കാം. നിർമ്മല സ്നേഹം. തന്റെ തൂരുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയമാകുന്നു. രാത്രിയിലത്തെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും. മോനെ, നിങ്ങൾ എന്തോടുക്കും അവിടെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നേ? ഞങ്ങള് ഫോണിനകത്ത് കളിക്കുക. നിങ്ങൾ എന്ത് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന? എത്ര നേരം കൊണ്ട് അമ്മച്ചി ഇവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുക? നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാവോ? ഒരു പാട്ട് പാടാം. അപ്പനും അമ്മയും കാണിക്കുന്നുണ്ടല്ലേ ഈ പിള്ളേർ വളരുന്നത്? മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ഒരു പാട്ട് പാടിയ മോനെ, പാട്. Bless the Lord of my soul, of my soul. I worship your holy name. Sing like never before, oh my soul. I worship your holy name. എന്താ മോനെ പാടിയത്? അമ്മച്ചിക്ക് ഇതൊന്നും അമേരിക്ക അറിയത്തില്ല. നീ വന്നേ. നിങ്ങൾക്ക് വേറെ പാട്ട് വല്ലതും അറിയാമോ? അമേരിക്ക പാട്ടൊന്നും അമ്മച്ചിക്ക് അറിയത്തില്ല മോനെ. മലയാളം അറിയാവോ? ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ കുറച്ച് അറിയാം. മലയാളം നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഒന്നും പാട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞൊന്നും തന്നില്ലയോ? ഡാഡി മമ്മിയൊന്നും അറിയത്തില്ല. അമ്മച്ചി ഒരു പാട്ട് പാടാം മോനെ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്തോ പിള്ളേരൊക്കെ ചെയ്യുന്നത്? You don't have anything to study? Go take your laptop and go study. Go. Okay. Take it. Now you have a lot of work. Okay. ഒന്നും പറയട്ടെ, ചുമ്മാ അത് പിള്ളേര് സമയം കളയും അമ്മച്ചിയുടെ കൂടെ നിന്ന്. പിള്ളേർക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്. അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ടോണ്ടിരുന്നാലും അമ്മച്ചിക്ക് പഠിക്കാതിരുന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു. പാവം പിള്ളേർ. ഇച്ചിരി തുണിയൊക്കെ ഒന്ന് നടക്കാനുണ്ട്. അമ്മക്ക് പെട്ടെന്ന് ഈ തുണിയെല്ലാം മടക്കി പണിയൊക്കെ തീർത്തിട്ട് ഒരുമിച്ചിരുന്നു കുറച്ച് സമയം പറത്താനും നാളായിട്ട് കഴിഞ്ഞിട്ട് നമ്മളിന്ന് കാണുന്നത്. പിന്നെ ഈ സാരി പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ അവിടെ? എന്ത് വിശേഷം? ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ജോലി നാളുകൾക്ക് ശേഷം വരുന്നില്ലേ? നമുക്ക് ഒരു ട്രിപ്പിനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. നമുക്ക് എന്താണല്ലോ നമുക്കൊന്ന് ട്രിപ്പ് പോകണം. ഈ മാസം ഒന്ന് അടിച്ചു പൊളിക്കണം. ഒന്ന് അടിച്ചു പൊളിക്കണം. നീ അതൊന്ന് നോക്കിയേ, നല്ല എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കാം. മോളെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ വന്നിട്ട് പോയ സ്ഥലമായിരുന്നു. നോക്കിക്കുന്നത് ഇത് ഏതാ ഈ സ്ഥലം? ഇത് മൂന്നാറാണ്. അയ്യോ, നല്ല സ്ഥലമടിയത്. നമുക്ക് പോവാം. അടിച്ചുപൊളി, നല്ല ക്ലൈമറ്റ് ആയിപ്പോ പോവാൻ. എന്താണല്ലോ നമുക്ക് മൂന്നാർ പോയേ പറ്റും. സൂപ്പർ സ്ഥലമല്ലേ? ഈ മാസം ഒന്ന് അടിച്ചു പൊളിക്കണം. മോളെ സൂസി, ഈ അമ്മയ്ക്ക് വേറെ ഡേസി മോളെ ഇങ്ങോട്ട് വന്നേ. എന്തുവാ അമ്മച്ചി? ഞങ്ങൾ എത്ര നാളും കൂടി ഒന്ന് കാണുവാ. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ വരാൻ അമ്മച്ചി നോക്കിയിരിക്കുവായിരുന്നു. എന്തുവാ അമ്മച്ചി? നമ്മുടെ സഭയില് ഉപവാസ പ്രാർത്ഥന നടക്കുക. അയ്യോ, ഇനി ഇവിടെ ഉപവാസ പ്രാർത്ഥന? അവിടെ അമേരിക്കയിൽ ഇഷ്ടംപോലെ ഉപവാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട്. മോളെ, അമ്മച്ചി
പാസ്റ്ററോട് പറഞ്ഞു, സഭയെ പറഞ്ഞു, അവിടെ ഒരാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വെച്ച സഭയിൽ അവിടെ പറഞ്ഞവര്. എന്റെ അമ്മച്ചി, ഞങ്ങൾ അവിടെ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എപ്പോഴും ഫാസ്റ്റിംഗാ. ഇനി ഇവിടെ വന്നെങ്കിൽ ഫാസ്റ്റിംഗ് കൂടെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞാൻ പാസ്റ്ററോട് എന്തോ പറയും, ഇനി സഭയെ പറഞ്ഞതാ. അമ്മച്ചി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പാടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇച്ചിരി എൻജോയ് ചെയ്യാനാ വന്നത്. പാസ്പോർട്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കാം. അപ്പച്ചനുള്ള കാലത്ത് മാസത്തിൽ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ വെച്ച് വെക്കുന്നത്. ആ സാരമില്ല അമ്മച്ചി, അമ്മച്ചി എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും. പ്രാർത്ഥിച്ച് പാടി നിങ്ങൾ വരാൻ ഞാൻ നോക്കി. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? അമ്മച്ചിയുടെ ഒരു പ്രാർത്ഥനയും പാട്ടും ഇവിടെ വന്നാൽ ഒരു സമാധാനമില്ല. നീ പറയണേ, പിന്നെ എന്നോട് അവിടെ വിശേഷം? ഒന്നുമില്ല വിശേഷം. അവിടെ അമേരിക്കയിൽ നല്ല സുഖം ജീവിതവും. പിന്നെ ഓവർനൈറ്റ് ഒക്കെ ഞങ്ങൾ ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കും. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള പ്രയാസം. ഞാൻ പിന്നെ മിനിസ്ട്രിയിലായതുകൊണ്ട് അതൊരു ഉപകാരമായി. അവരെല്ലാ വർഷവും ടിക്കറ്റും ലീവും കറക്റ്റായിട്ട് തരും. അത് മാത്രം ഒരു ഉപകാരം. അതൊരു നല്ല കാര്യമാണ്. പിന്നെ അവിടുത്തെ ക്ഷീണിച്ചല്ലോ നീ? ഒന്നും പറയണ്ടടി. അവിടുത്തെ ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, നമ്മൾ രാത്രി വന്ന് ഫുള്ള് ഡ്യൂട്ടി ജോലി കഴിഞ്ഞിട്ട് വേണം വീട്ടിലെ പണിയെടുക്കാൻ. കെട്ടിയവനാണെങ്കിലും തിന്ന പാത്രം പോലും കഴിയുന്നില്ല. മക്കൾ ആ അടുക്കളയിലോട്ടൊക്കെ തിരിഞ്ഞു നോക്കില്ല. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. ഈ എന്റെ ഇവിടെ ആണെങ്കിൽ എല്ലാവരും വെളിയില്ല. എനിക്കറിയത്തില്ല, കയറി വരുന്ന ഒരു സമയത്താണ് പിള്ളേരൊക്കെ തോന്നുന്ന പോലൊക്കെയാ പോകുന്നത്. ആ പിന്നെ നമ്മൾ വന്ന കാര്യം മെയിൻലി അമ്മച്ചിയുടെ കാര്യത്തിന് വേണ്ടിയില്ല വന്നത്. ആ കാര്യം ഒന്ന് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വേണം. അമ്മച്ചിയുടെ കാര്യം ഇപ്രാവശ്യം എന്നാണെങ്കിൽ സെറ്റ് ആക്കണം. ഇല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും നമുക്ക് സമാധാനം തരത്തില്ല. അതെ, അപ്പൊ നീ അവരെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഞാൻ റിച്ചാനെ വിളിക്കട്ടെ. ഹലോ റിച്ച, എവിടാ? ആണോ? അതെ, പിന്നെ അമ്മച്ചിയുടെ കാര്യം അവര് വിളിച്ചായിരുന്നു. എന്തു പറഞ്ഞു? ആണോ? ആ, ഓക്കെ 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 നമ്മൾ പറയാം. എന്തോ പറഞ്ഞു? നാളെ രാവിലെ മേഡം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നാളെ രാവിലെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നാളെ ചെല്ലാൻ പറഞ്ഞു പറഞ്ഞു. ഇനി എങ്ങനെ ഇനി അമ്മച്ചിയുടെ അടുത്ത് അവതരിപ്പിക്കുന്ന ഈ കാര്യമൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മളിന്ന് പോയി പറഞ്ഞു. അവനെന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അമ്മച്ചി ഒരു കാര്യം പറയാൻ വന്നത് അമ്മച്ചി. ഞങ്ങള് എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ എന്താ പറയാൻ അമ്മച്ചിയോട് വന്നേ നിങ്ങള്? ഈ പ്രാർത്ഥനയും പാട്ടൊക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ ഇരുന്നാൽ മതിയോ അമ്മച്ചി? നമുക്ക് ഈ ലോകമൊക്കെ ഒന്ന് കാണാൻ കഴിയുമോ? എവിടെ പോയാ പിള്ളേരെ? ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം. നിങ്ങൾ അമ്മച്ചിയെ കൊണ്ട് വെളിയിൽ പോകാനാണോ? മൂന്നാമത് കേട്ടിട്ടുണ്ടോ അമ്മച്ചി? മൂന്നാറോ? അമ്മച്ചിക്ക് ഞാനും അപ്പച്ചനും കൂടെ ആദ്യമായിട്ട് പോയത് അവിടെ ആയിരുന്നു. അപ്പൊ ഹണിമൂണൊക്കെ ആഘോഷിച്ചിട്ടുണ്ടല്ലേ? നല്ല സ്ഥലവും മോളെ, നല്ല തണുപ്പും. അമ്മച്ചിക്ക് സന്തോഷമായി. എങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട. ഞങ്ങൾക്ക് ഒരു മാസേ ഉള്ളൂ. ഈ ഒരു മാസം അടിച്ചു പൊളിക്കണം. നാളെ രാവിലെ തന്നെ മൂന്നാറിൽ പോകണം. ഓക്കെ? എല്ലാം എടുത്തു വെക്കണേ, സാധനങ്ങളെല്ലാം. നാളെ രാവിലെ പോകണം. നാളെ തന്നെ നമ്മള് പോവാന്നോ? നാളെ തന്നെ രാവിലെ പോകണം. അമ്മച്ചിയുടെ മരുന്നും കുഴമ്പും അമ്മച്ചിക്ക് വേണ്ട സാധനങ്ങളും എല്ലാം എടുത്ത് ഇന്ന് രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കും. നാളെ കുഴമ്പ് തീർന്നു പോയി. സാരമില്ല, നമുക്ക് പോകുന്ന വഴി നമുക്ക് വാങ്ങാം. നിങ്ങള് വരാൻ അമ്മച്ചി ഇരിക്കുവായിരുന്നു മേടിക്കാൻ. കുഴമ്പ് പോകുന്ന വഴിക്ക് മേടിക്കാം. അതോർത്ത് അമ്മച്ചി ടെൻഷൻ എടുക്കണ്ട. എന്തൊക്കെ എടുക്കണം നമ്മള്? എല്ലാ തുണികളും, അമ്മച്ചിയുടെ എല്ലാ തുണികളും എടുത്ത് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കണേ. അപ്പൊ നല്ലോണം ഉറങ്ങണേ. നാളെ വെളുപ്പിന് നമുക്ക് അമ്മച്ചിക്ക് ഉറക്കമൊന്നുമില്ല മോനെ. രാത്രി മൊത്തം പ്രാർത്ഥനയും ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക. രാവിലെ നമ്മൾ വിളിക്കണം കേട്ടോ. ഓക്കെ, വെളുപ്പിനെ എഴുന്നേക്കാം കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ മക്കളെ. ഇപ്പോഴേലും കൊച്ചുക്ക് തോന്നിയല്ലോ അമ്മച്ചിയെ കൊണ്ട് വെളിയിൽ പോകാന്. സ്തോത്രം. എന്തോ ചെയ്യാനുണ്ട്. ആ 304 AC വർക്ക് ആവുന്നില്ല. 213 ചൂടുവെള്ളമില്ല. അമേരിക്കയിൽ നിന്ന് മക്കൾ വിളിച്ചായിരുന്നു, അമ്മയ്ക്ക് ചൂടുവെള്ളമില്ലെന്ന്. ഞാൻ എത്ര പറഞ്ഞ് കിടന്ന് ചാടേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ട്. ഒരു പപ്പുണ്ട്, അവനെ വിളിച്ചാലും കിട്ടത്തുമില്ല. എന്ത് ചെയ്യാനാന്ന് പറയാം. എല്ലാത്തിനും ഞാൻ ഓടണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. ഇന്നൊരു പുതിയ ടീം വരുമെന്ന് പറയുകയും ചെയ്ത് അവരെന്ത് ചെയ്യുന്നാന്നോ? വരാതെ ഒരാൾ വരുന്നുണ്ട്.
have a seat, have a seat, have a seat. അമ്മച്ചി ആരും നിർത്തിയിട്ട് നിങ്ങൾക്ക് അമ്മച്ചിക്ക് ഒന്നും മനസ്സിലായില്ലയോ? എന്തിനാ നമ്മളിവിടെ വന്നേ? അമ്മച്ചി ഞങ്ങള് ഇവിടെ അമ്മച്ചി എല്ലാം കെയർ ചെയ്തോളാം. അമ്മച്ചിയുടെ പ്രായമുള്ളതും കൊച്ചു പിള്ളേരും കുറേ പേര് ഇവിടെ ഉണ്ട്. ഒന്നും അമ്മച്ചി ടെൻഷൻ അടിക്കണം. അതൊന്നും നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? എല്ലാം മിക്കവാറും എല്ലാവരും ഇങ്ങനെയൊക്കെ കണ്ട് എന്താ ചെയ്യാൻ? സാരല്ല അമ്മച്ചി. അമ്മച്ചി വെള്ളം എടുക്കണം, ഞാൻ വെള്ളം എടുക്കണം. അപ്പോ വിളിച്ചാലും അപ്പ വരത്തില്ല, വരത്തില്ല. ചേച്ചി വെള്ളം വേണം, ടെൻഷൻ അടിക്കണം അമ്മച്ചി. AC ഇടണോ? AC കറണ്ട് പോയേക്കോ, കാര്യമില്ല. സാരല്ല അമ്മച്ചി, ടെൻഷൻ അടിക്കില്ല. അത് എനിക്ക് ഇച്ചിരി ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പച്ചനൊന്നും കാണാതെ പോയി. ടെൻഷൻ അടിക്കുന്ന അമ്മച്ചി, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. എനിക്ക് രജിസ്ട്രേഷൻ ഫോം പേരെന്ത് പറഞ്ഞ പറഞ്ഞ രാഹേൽ മത്തായി. ഏജ് 86. കണ്ടാ പറയത്തില്ല അമ്മച്ചിക്ക് 86 ഉണ്ടെന്നൊക്കെ. അഡ്രസ് എവിടെ? ചെറുവഴി കാലക്കാട്. നമ്പർ ഒരു കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണേ. എന്റെ നമ്പർ കൊടുക്കട്ടെ? എന്റെ നമ്പർ കൊടുക്കട്ടെ? എനിക്ക് സമയമൊന്നുമില്ല കോൾ എടുക്കാൻ. ഞാൻ നമ്പർ പിന്നെ ആരെ വിളിക്കണം? ഞാൻ ഷാജിന്റെ നമ്പർ കൊടുക്കും. ഷാജു ഉള്ളതാന്നേ. അതെ, നമ്പർ 09156232344. ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചേക്കാം. ഒരു എമർജൻസി വന്നാൽ വിളിച്ചാൽ അമ്മച്ചിക്ക് ഫുഡ് വെജ് വേണം, നോൺ വെജ് വേണം? നോൺ വെജ് ആയിരിക്കുമല്ലോ അമ്മച്ചി കണ്ടാലൊക്കെ ഇച്ചിരി. ഓക്കെ, വെജിറ്റേറിയൻ. റൂം സിംഗിൾ റൂം തന്നെ അതോ AC നോൺ AC? AC ചൂടല്ലേ? AC ഒന്നും വേണ്ട, ചാർജ് കൂടുതലായിരിക്കും. സാധാരണ മതി. AC നോൺ AC. എനി സ്പെഷ്യൽ റിക്വയർമെന്റ്സ്? എനിത്തിങ്? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ശരി ശരി, ഓക്കെ ഓക്കെ. ഒരു മാഡം ഇപ്പം ഞങ്ങളുടെ വരുന്നുണ്ട്. മാഡത്തിനോട് ഞാൻ സംസാരിക്കും. ഇതാണ് നമ്മുടെ മാഡം. ഹലോ, ആന്റണി അല്ലേ? ഓക്കെ, ഇൻവോയ്സസിന്റെ കാര്യം അടുത്ത ആഴ്ചയെല്ലാം ക്ലിയർ ആക്കും. ഓക്കെ, മാഡം ഒരു പുതിയ ടീം വന്നിട്ടുണ്ട്. ആക്ച്വലി 304 AC വർക്കാവുന്നില്ലായിരുന്നു. 2.6 ചൂടുവെള്ളം ഇല്ലായിരുന്നു. കുറെ പെൻഡിങ് വർക്ക് നമുക്കുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ ടീം വന്നിട്ടുണ്ട്. മാക്സിമം. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി ലോസില്ല, നമ്മുടെ കൈ നീട്ടാൻ കൊടുക്കുന്നത് അതറിയാം. പിന്നെ ന്യൂ ഇയറിന്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ മറ്റേ ഓർഫനേജ് എല്ലാം നല്ല ഉടുപ്പെല്ലാം കൊടുത്തു. ഓക്കെ, വെരി ഗുഡ്. ഇതാ പുതിയ ക്ലൈന്റ് മാഡം രാഹേൽ എന്നറിയാം. അമ്മച്ചിയുടെ അറിയാമോ? ഇത് രാഹേൽ അമ്മച്ചില്ലേ? അയ്യോ, നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് അമ്മച്ചിരുന്നേ. ഓക്കെ, ഞങ്ങള് ഒരു 40 വർഷത്തെ പരിചയമുണ്ട്. 40 വർഷമായി ഞങ്ങൾ തമ്മിൽ പരിചയം. അത് വലിയൊരു സ്റ്റോറി ഇല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അന്ന് ദേശിക്കുട്ടിക്ക് 6 മാസം പ്രായം ഉണ്ടായിരുന്നു. അതുപോലെ സൂസിക്കാണെങ്കിൽ 2 വയസ്സേ ഉള്ളായിരുന്നു. അന്നേരം ഈ അമ്മച്ചി ഈ 2 കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ഓർഫനേജിൽ കൊണ്ട് തന്നേച്ച് പോയത്. എന്നിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി അവിടെ ഇവിടെയും ഓരോ വീടുകളിൽ കയറി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ എനിക്ക് ഒരു 6 മാസം അങ്ങനെ കഷ്ടപ്പെട്ടു വളർത്തി. അത് നിങ്ങളൊന്നും ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. അവരറിഞ്ഞിരിക്കണം അമ്മച്ചി എങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് അവരെ വളർത്തിയത്. പിന്നെ അവിടെ നിന്ന് അമ്മച്ചിയുടെ ഹാർഡ് വർക്കും കൊണ്ട് ഊണോ ഉറക്കോ ഒന്നുമില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്തു നിങ്ങളെ ഒരു വിധത്തിൽ വലുതാക്കി കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ നിന്നപ്പോൾ തന്നെ നല്ലൊരു പ്രൊമോഷൻ കിട്ടി. എന്നിട്ട് നല്ലൊരു പൊസിഷനിങ് ആയി, പിന്നെ നല്ല സാലറി ആയി.
അങ്ങനെ നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് നല്ല നിലയിലാക്കി ഒരാളെ കുവൈറ്റിലും ഒരാളെ അമേരിക്കയിലും കെട്ടിച്ചു വിട്ടു. അങ്ങനെ നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ എല്ലാവരും നിർബന്ധിച്ചു. അമ്മച്ചി ഷി വാസ് ഓൺലി 28 years then. ഷി വാസ് എ ഫൈൻ പേഴ്സണാലിറ്റി. എല്ലാവരും നിർബന്ധിച്ചു ഒരു കല്യാണം കൂടെ കഴിക്കണം. പക്ഷെ അമ്മച്ചി നിങ്ങളെ ഓർത്ത് ഒന്നും വേണ്ടെന്ന് വെച്ചു. ഞാനൊരു കാര്യം പറയാം കുഞ്ഞുങ്ങളെ, നിങ്ങൾ അമ്മച്ചിയെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്. ഒത്തിരി കഷ്ടം സഹിച്ചാൽ നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. നല്ല സ്നേഹത്തോടെ ഇടപെടണം. ഞാൻ പറയട്ടെ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കാരണം ഞങ്ങൾക്ക് സന്തോഷമുള്ള അമ്മച്ചി ഇവിടെ നിന്നല്ലേ, ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം, നല്ല രീതിയിൽ നോക്കിക്കോളാം. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തോടെ ഇടപെടണം, നല്ല രീതിയിൽ നോക്കണം, എന്നാലേ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. സാരമില്ല, നമ്മൾ ദൈവം നടത്തും, വേറെ ആൾക്കാരെ കൊണ്ടുവരും നമുക്ക്. മക്കളെ, നിങ്ങളുടെ അമ്മേന്മാരെ കർത്താവിനെ അനുസരിപ്പിക്കാതെ ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമി ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക.